ഭൂഖണ്ഡങ്ങൾ ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. സമാധാനം എന്ന് പറയുന്നത് വീടിന്റെ വലുപ്പത്തിലല്ല, സ്വസ്ഥത എന്ന് പറയുന്നത് വാഹനത്തിന്റെ വലുപ്പത്തിലല്ല, നമുക്ക് ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലല്ല, ഭൗതികമായ സൗകര്യങ്ങളിലല്ല, മറിച്ച് മനസ്സിന്റെ സമാധാനത്തിലാണ്. ആണെങ്കിൽ പോലും മനസ്സിന്റെ അകത്തളം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന, ഐശ്വര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആശയത്തിന്റെ പേരാണ് മതം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അല്ലേ ഖന്തക്കിന്റെ ആ കിടങ്ങ് കുഴിക്കുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മരുഭൂമിയാണ്, വെയിലാണ്, പ്രയാസമാണ്, ഭക്ഷണമില്ല, എന്നിട്ടാണ് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, റസൂലേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നോക്ക് ഞങ്ങൾ വയറ്റിൽ കല്ലാണ്, കല്ല് കെട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ഈ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വസ്ത്രം പൊക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കല്ലല്ലേ കെട്ടിയത്, ഞാൻ 2 കല്ല് കെട്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് വിശപ്പ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല. അവരുടെ മനസ്സിന് ഐശ്വര്യമാണ്. അതാണ് മതം നൽകുന്ന ഐശ്വര്യം എന്ന് പറയുന്നത്. നമുക്ക് നല്ല സമ്പത്തുണ്ട്. നേരത്തെ താജുദ്ദീൻ സലാഹി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊട്ടാര സമാനമായ വീടുകളുണ്ട്, AC ഇല്ലാത്തൊരു സന്ദർഭമില്ല, വലിയ വാഹനങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും യാതൊരു സമാധാനവുമില്ലാതെ മുന്നോട്ട് പോകുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. അപ്പൊ സമാധാനം എന്ന് പറയുന്നത് വീടിന്റെ വലുപ്പത്തിലല്ല, സ്വസ്ഥത എന്ന് പറയുന്നത് വാഹനത്തിന്റെ വലുപ്പത്തിലല്ല, നമുക്ക് ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലല്ല, ഭൗതികമായ സൗകര്യങ്ങളിലല്ല, മറിച്ച് മനസ്സിന്റെ സമാധാനത്തിലാണ്. ആ മനസ്സിന്റെ സമാധാനം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു സമാധാനമടഞ്ഞ മനസ്സുണ്ടാവുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മൾ നെഞ്ചിലേറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ താജു വാപ്പാനെ പറ്റി പറഞ്ഞു, ഉമ്മാന്റെ ഉള്ള ബാധ്യതകളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിലൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവർ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ദീനീയായ ഒരു മനസ്സും ദീനീയായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് വില കൊടുത്തും മതപരമായ കാര്യത്തിന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാകരുത്. എന്താണ് ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഖത്തറിൽ വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ ഓർത്തെടുത്ത്, ഞാൻ വളരെ മുമ്പ് പരിചയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ആണല്ലോ അദ്ദേഹം എന്നുള്ള നിലക്ക് അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു പിടുത്തമല്ല, ആരോട് ചോദിച്ചിട്ടും അവനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വിവരമില്ല. പക്ഷെ ആൾ ഇവിടെ നിന്ന് അവസാനം ഞാൻ നമ്പർ കളക്ട് ചെയ്ത് അവനോട് വിളിച്ചു, ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ പറ്റിയ സാഹചര്യത്തിൽ ആളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, ഈ മലയാളത്തിലൊരു ഖുതുബ കേട്ടിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 കൊല്ലമായി. അതിന് മറുപടി 5 വർഷമായിട്ട് മലയാളത്തിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഗൾഫിൽ ഇപ്പോൾ എവിടെ മലയാളത്തിൽ ഖുതുബ? അതല്ലേ ഉദ്ദേശിച്ചത്. ഒരു മലയാളത്തിൽ ഒരു ദീനിയായ ഉത്ബോധനം, അതിപ്പോൾ ഈ വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ ഖുതുബകൾ വരുന്നുണ്ടല്ലോ, പ്രസംഗങ്ങൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേൾക്കുക എന്നുള്ള സംഗതിയെ നടക്കണില്ല. അപ്പം ഞാൻ ജുമയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പള്ളിയിൽ കയറിങ്ങൾ ചിലപ്പോൾ പോലില്ല. എന്താ പറയുക അവസ്ഥ എത്തിക്കൂടില്ല. അപ്പം പറഞ്ഞു നോക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ജോലിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതായത് ജോലിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മുമ്പ് ഒരാൾ എന്നെ UK നിന്ന് വിളിച്ചിട്ട് അവൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 17 മണിക്കൂറാണ് ജോലി, തുടർച്ചയായിട്ട് 17 മണിക്കൂറാണ് ജോലി. ചെറിയ ഒരു ഇടവേളകളെ കിട്ടും, ഒരു വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, വേറൊന്നുമില്ല. ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ്. ഞാൻ അവിടെ നിന്ന് ശ്രദ്ധ തെറ്റി ആകെ പ്രശ്നമാണ്. അപ്പോൾ അയാളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കറക്റ്റ് നിസ്കരിക്കാനൊന്നും പറ്റണില്ല. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് 5 വക്ത് ഒന്നിച്ച് നിസ്കരിക്കണതിന് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. ഇല്ലേന്ന് ചോദിച്ചു. അല്ല, കൂട്ടി സ്കരിക്കുക എന്ന് പറയണമെങ്കിലുണ്ടല്ലോ. ആ കൂട്ടി സ്കരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടലില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പറയണത് എന്താ, ഞാൻ എന്നപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവർ മാസമായിട്ട് ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ അവനെന്നെ തോന്നിക്കണെന്ത് ശരിയാണോ? അപ്പം ഈ വിളിക്കണത് എന്തിനാ അറിയോ? അതല്ല തമാശ. വിളിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ എന്നൊരു ഫത്വ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ എങ്ങനെ പറഞ്ഞാലും പിന്നെ അല്ല അങ്ങനെയല്ല, എൻ്റെ ജോലി പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, അതങ്ങനെയാണ്, അത് ഞാനാണ് തെറ്റിയുണ്ടല്ലോ, ആകെ കമ്പനിയുടെ പ്രശ്നം. അപ്പം ഞാൻ അവനോട് അവസാനം ചോദിച്ചത്, പിന്നെ നിനക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ 17 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യണം. മനുഷ്യനും ഭക്ഷണം കഴിക്കല്ലേ വേണ്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് കുറേ കാശ് കിട്ടിയിട്ട് പിന്നെ ഒരു നേരം 10 കിലോ തിന്നാൻ പറ്റില്ലല്ലോ. അവൻ്റെ വയറിനുള്ളിലേ തിന്നാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ഷർട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ, ഒരു ഷൂ അല്ലേ ഇടാൻ പറ്റുള്ളൂ, ഒരു ജോഡി പൈസ ഉണ്ട് വിചാരിച്ചു കണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ല അതൊന്നുമില്ല, ഭക്ഷണം ഉപജീവനമാർഗം നടന്നു അത്ര. അപ്പം ഞാൻ പറഞ്ഞു, ഈ ദുനിയാവുക്ക് നമ്മൾ വന്നത് നമ്മൾ ജോലിക്ക് വേണ്ടിയല്ല. നമ്മളിവിടെ വന്ന വളരെ പ്രഥമമായ ധർമ്മം എന്ന് പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹ് ഈ ദുനിയാവ് ഉണ്ടാക്കിയത്, ഈ ജിദ്ദ ഉണ്ടാക്കിയത്, ഈ സൗദി അറേബ്യ ഉണ്ടാക്കിയത്, ഈ GCC കൺട്രികൾ ഉണ്ടാക്കിയത്, യൂറോപ്യൻ നാടുകൾ ഉണ്ടാക്കിയത്, 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടാക്കിയത്, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്, ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ചത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും മരണശേഷമുള്ള പരലോക ജീവിതമാകുന്നുവെന്നാണ്. അവിടേക്കുള്ള ഒരു കൃഷിയിടം മാത്രമാണിത്, പരീക്ഷിക്കുന്ന ഒരു ഹാള് മാത്രമാണിത്. എന്നിട്ട് നമ്മളാണ് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെയാണ് എൻ്റെ ജീവിതം മുഴുവൻ. എന്നിട്ട് യഥാർത്ഥ ജീവിതത്തിലുള്ള പാഥേയം, അതിനെക്കുറിച്ചൊരു വിവരമല്ല, അതിന് സമയമല്ല, അതിന് നേരല്ല. ഞാൻ പറയുന്നു, ജോലി നമുക്ക് വേണം, പക്ഷെ ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള ആലോചിക്കുന്നത്. ഒരു കരിയർ ഭ്രാന്തിലാണ് മനുഷ്യന്മാർ. കരിയർ ഭ്രാന്ത്, ഞാൻ അങ്ങനെ തന്നെ പറയും. എന്താ ഭ്രാന്ത് എന്ന് പറയുന്നത്? ഇത് സ്ത്രീകൾ ജോലി രംഗത്തേക്ക് വൻതോതിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അടിയിൽ നിന്ന് ഒരാളിനോടൊന്ന് പറഞ്ഞു, മോൾ എത്ര പറഞ്ഞിട്ടും കല്യാണത്തിന് സമ്മതിക്കണില്ല. മോള് പറയണ ഒരു ജോലിയായിട്ട് എന്നിട്ട് കല്യാണം കഴിക്കും. എന്താ പറയുന്നത്? സ്ത്രീകൾ ജോലി എടുക്കാൻ പാടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് പറ്റുന്ന ജോലി എടുക്കുക, അത് ഹലാലാണ്, അതിന് ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. എല്ലായിടത്തും പാലിക്കുന്ന രീതിയിൽ ഇസ്ലാമിക മര്യാദ അവിടെയും പാലിക്കണമെന്ന് മാത്രമാണ്. പക്ഷെ എന്ന് മുതലാണ് നമ്മൾ ഒരു സ്ത്രീക്ക് ജോലി കിട്ടിയിട്ടേ വിവാഹം വേണ്ടതുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിയത്? പണ്ടൊക്കെ പുരുഷന് ജോലി കിട്ടിയിട്ട് എന്നിട്ട് കല്യാണം കഴിപ്പിക്കാന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ പുരുഷന് ചെലവ് കൊടുക്കൽ മതപരമായി നിർബന്ധമാണ്. സ്ത്രീക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് മതപരമായി നിർബന്ധമാണ്. ആ നിർബന്ധം ആർക്കില്ല? സ്ത്രീക്ക് ഇസ്ലാം വെച്ചു കൊടുത്തിട്ടില്ല. അവൾക്ക് അവൾ ചെലവെടുത്തണം എന്നുള്ളത് നിർബന്ധമല്ല. പക്ഷെ അത് നമ്മൾ നിർബന്ധം ഉണ്ടാക്കുകയാണ് സമൂഹം. ആ രീതിയിൽ മൈൻഡ് സെറ്റപ്പ് വരികയാണ്. എന്നിട്ടോ പിന്നെ ജോലിയായി, പിന്നെ വിവാഹം നടന്നാലും വിവാഹത്തിന് മുമ്പാണ് കണ്ടീഷൻ വെക്കുക. എന്താ കണ്ടീഷൻ? ഇപ്പം ഇന്നാൾ ഞാനൊരു ഡൈവേഴ്സ് കേസിൽ ഇടപെട്ടു. അപ്പോൾ ഇടപെട്ട് നോക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്, കല്യാണം കഴിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഒരു 2-3 മാസമേ നിങ്ങളെ വീട്ടിൽ ഞാൻ നിൽക്കുള്ളൂ. പിന്നെ എൻ്റെ പ്രൊഫഷൻ നിങ്ങൾക്കറിയാം. ആ പ്രൊഫഷനെ പറ്റിയ ഒരു ജോലി ഒന്നുകിൽ ബാംഗ്ലൂരിൽ, അല്ലെങ്കിൽ UK അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. അവിടെ നമ്മൾ രണ്ടോളം എന്ത് ചെയ്യും? ഒന്നിച്ച് ചെയ്യും. അതായത് നിങ്ങളെ പാപ്പാനിമാരെയും നോക്കിയാണ്ട് ഞാനവിടെ എന്ത് ചെയ്യൂല, ഇരിക്കൂല. അപ്പോൾ ഇവൻ പറഞ്ഞു അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചാൽ. അപ്പോൾ ഇത് എന്ത് ചെയ്യണില്ല, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് സംഭവം നടക്കണില്ല. അപ്പോൾ അവസാനം പ്രശ്നമാകുകയാണ്. അപ്പോൾ എന്താ വിഷയം? എന്നിട്ടോ ഇനി അതേപോലെ തന്നെ വേറെ ഇഷ്ടം പോലെ കാര്യങ്ങൾ. പ്രസവിച്ചിട്ട് 1 വയസ്സ് 1.5 വയസ്സ് അപ്പോൾ ആകുമ്പോഴേക്ക് അത് ഉമ്മാനെ കുട്ടിനെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. ഞാൻ പറയണത് ഇതൊന്നും പട്ടിണി കിടക്കണമല്ല, പട്ടിണി കിടക്കണമല്ല. രണ്ടാളും ജോലിക്ക് പോകാം, പക്ഷേ അവനവൻ്റെ കുട്ടിക്ക് ആ പാല് കൊടുക്കുന്ന സമയം കഴിഞ്ഞ് ഒന്ന് പൂർത്തിയാക്കണ്ടേ? ആ ഒന്നും. ഇതെന്തോ ഒരു ഭ്രാന്ത്. ഈ കാശ് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഈ കാശ്? എന്നാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയി, എൻ്റെ ചെറിയ കുട്ടിനെയും കൊണ്ട്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്താ പറയുക അവസ്ഥ? പിന്നെ മൊത്തം ആശുപത്രിയിൽ പിന്നെ അയാളെ വീടുണ്ട്, ഭയങ്കര വീടാണ്. അവിടെ അടുത്തൊന്നും കാണാത്തൊരു വണ്ടിയും പാർക്കിലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ഇയാളെ ഷെഡ്യൂൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഷെഡ്യൂള്? രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇവിടെ പിന്നെ ക്ലിനിക്കിൽ, അതിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഔട്ട് ഹൗസ് ഉണ്ടായിരിക്കുകയാണ്, അവിടെയാണ് ചികിത്സ. പിന്നെ 11 മണി മുതൽ 3 മണി വരെ ഹോസ്പിറ്റലിൽ, പിന്നെ 4 മണി മുതൽ പിന്നെ 8 മണി വരെ വീണ്ടും ഇവിടെ. അപ്പോൾ ആളുകൾ പറയുന്ന അയാൾ രാത്രി 11 മണി വരെയൊക്കെ എന്ത് ചെയ്യും, നോക്കലുണ്ട് എന്ന്. ഇവിടെ അവസാനം റെഡിങ്കിലും എഴുതി വെച്ചിരിക്കുന്നു, ഞായർ അവധി ഉണ്ടായിരിക്കുന്നതല്ല.
നിങ്ങളെന്നാ ഇയാൾ എപ്പോഴാണ് ഈ കാറ് കയറുക? എപ്പോഴാണ് അയാൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുക? ഈ ഉണ്ടാക്കിയ കാശ് കൊണ്ട് എപ്പോഴാണ് ഭാര്യയും കൂട്ടി ഒന്ന് പുറത്തു പോവുക? ജീവിക്കാൻ മറന്ന മനുഷ്യർ എന്തിനാണ് ഈ കാശ്? എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായി പോകുന്നത്. ഈ പൈസ എന്തിനാ പിന്നെ? ഞാൻ പറയണ ഹലാലായ രൂപത്തിൽ ജീവിക്കും സുഹൃത്തുക്കളാണ്. അതിന് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് നമ്മളെ ദീനീ കാര്യം. ഞാൻ എൻ്റെ ഊണ് ഉറക്കും നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് എൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് അറിഞ്ഞ ആൾക്കാർ. എന്നിട്ടോ ആ കുട്ടികളെ വല്ല ഉപകാരത്തിനും കിട്ടിയത് ഇല്ല. എന്ത് കഷ്ടകാലടി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രവാസികൾ എന്ന നിലക്ക് നമുക്ക് ജീവിക്കാനുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ ജോലി ചെയ്യുക. നമ്മുടെ നിസ്കാരം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ദീനി കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഈ പരിപാടി, ഈ പ്രോഗ്രാം ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരാൻ പറ്റുന്ന എത്ര മനുഷ്യന്മാരുണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ അങ്ങടി കൂടെ നടക്കുന്നുണ്ടാവും. വെറുതെ ഒരാവശ്യമില്ല, വന്നിരിക്കാൻ തോന്നൂല. ഇതിന് പോയ ഒരു സമയം പോക്കല്ലേ എന്നുള്ളത് നിൽക്കണം. അപ്പം ഞാൻ പറയുന്നത്, മതപരമായ കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നൊരു സ്വഭാവം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നമ്മുടെ സമൂഹവും രാഷ്ട്രവുമായി ബന്ധിപ്പിച്ച് ഈ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നെല്ലും പതിരും വേർതിരിച്ചറിയുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഓരോ സമയത്ത് വാട്സപ്പിൽ എന്ത് ചെയ്യും, വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലേതാ ശരി ഏതാ തെറ്റ് ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശരിയുണ്ടാവും തെറ്റും ഉണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ ഉള്ള കാലം എന്താ വെച്ചാൽ ചില യൂട്യൂബർമാർ ഇങ്ങനെ കാത്തിരിക്കുക, വേറൊരു പണി അവർക്കില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു മന്ത്രി ഒരു പ്രസ്താവന നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ കാണാൻ അവർ വന്നിട്ട് പിന്നെ യൂട്യൂബിൽ വന്നിട്ട് അതിനെക്കുറിച്ചൊരു വിശദീകരണം. ആ വിശദീകരണം എനിക്ക് കുറച്ച് വാചാലത ഉള്ള കുറച്ച് ആൾക്കാരും കൂടി ആണെങ്കിൽ ആ പറയണത് എന്താ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ വിഷമമാവും. ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളുണ്ടാവും. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വിശദീകരിക്കുന്ന ബുക്കുകളുണ്ടാവും, ലേഖനങ്ങളുണ്ടാവും, പ്രഭാഷണം, അതിൽക്കൂടെ നമ്മൾ പോകില്ല. എന്നിട്ട് ഇതിൻ്റെ പിന്നാലെ പോയി അബദ്ധത്തിൽ ചാടുന്ന അവസ്ഥ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും രാഷ്ട്രവും രാഷ്ട്രീയവും സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി വിഷയങ്ങളിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കണം. അതിലൊന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മതപരമായി പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയുന്ന ന്യായമാണ് എന്ത്, ഈ മതം എളുപ്പമല്ലേ, ഇന്നദീന യുസ്റു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മതം എളുപ്പമാണെങ്കിൽ ഇവിടെ ഈ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും ഇത് പ്രസംഗിച്ച് ഇതിനങ്ങോട്ട് ഇടങ്ങാറാക്കുകയാണ്. നാളെ ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞാണെന്ത്, നമ്മളിപ്പോൾ ഈ നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ സമയത്ത് തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, സക്കാത്ത് ഇങ്ങനെ തന്നെ കൊടുത്തേ പറ്റുള്ളൂ. മതം എളുപ്പമല്ലേ, അതൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൂടെ. അപ്പോൾ ഇതൊരു ഭയങ്കര തെറ്റിദ്ധാരണ എന്നാണ് വർത്തമാനം വരുന്നത്. എന്താ മതം എളുപ്പമെന്ന് പറഞ്ഞാൽ? മതം എളുപ്പമെന്ന് പറഞ്ഞാൽ എളുപ്പമാക്കിയ കുറേ ഉതിറുകൾ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉതിറുകൾ എടുക്കലാണ്, അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, മതത്തെ മാറ്റിമറിക്കാൻ പാടില്ല. അത് നമ്മൾ തിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ജമ്മും കസറും ആക്കാം, പക്ഷെ തെർക്കാക്കാൻ പാടില്ല, കൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. അത് ജമ്മും കസറും സുബൈ കൂട്ടാൻ പാടില്ല, ഇല്ല. ജമ്മും കസറും ഇല്ലാണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ട് മതം എളുപ്പാക്കുകയല്ല. ഇസ്ലാമിൽ പറഞ്ഞ എളുപ്പത്തെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എടുക്കാൻ പാടുള്ളൂ. അതെടുക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇപ്പം ഈ ഹജ്ജിനും ഉംറക്കൊക്കെ വരുന്ന ചില ആൾക്കാർ ജമ്മായി നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെ ഉണ്ട്. അത് നമ്മൾ പാടില്ല. അപ്പം എളുപ്പം എന്താ, അപ്പം എന്ത് വേണം, ദീന് പഠിക്കണം. ഇത് പഠിച്ചാലേ കാര്യം, അല്ലെങ്കിൽ വസ്വാസിൽ പെട്ടുപോകും, നമ്മുടെ ദീനിയായ കാര്യങ്ങൾ ശിഥിലമായി പോകും. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്നാളൊരു പെൺകുട്ടി പറയുന്നുണ്ട്, ഹിജാബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ ഹിജാബ് ഒന്നും ഇടൂല, അള്ള തലയിക്കൊന്നല്ല നോക്കുന്നത്, തട്ടത്തമുക്കൊന്നുമില്ല, അള്ള ഹൃദയത്തേക്ക് നോക്കണം. ആ കുട്ടീനെ ന്യായപ്പെട അള്ള ഹൃദയത്തേക്കല്ലേ നോക്കണേ, എൻ്റെ ഹൃദയം പിന്നെ തലയിക്കും തട്ടത്തേക്കും ഡ്രസ്സുക്കും ഒന്നും നോക്കണില്ല എന്ന് പറഞ്ഞാലേ ആ ഹദീസിനെ വ്യാഖ്യാനിച്ച രൂപം നോക്കി നിങ്ങൾ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ ബേസ് പഠിക്കാതിരുന്നാൽ ഈ കാലഘട്ടത്തിൽ ഓർമ്മിച്ചോളൂ, ഈ പ്രവാസ ജീവിതത്തിനിടക്ക് ബേസ് പഠിക്കാതെ പോയാൽ ഇങ്ങനെയുള്ള ആളുകളുടെ വാചോടാപത്തിൽ പെട്ടുകൊണ്ട് നമ്മുടെ ഹിദായത്ത് തന്നെ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇസ്ലാമികമായ കണിശതയുടെ പേര് പറഞ്ഞ് അതിവാദത്തിലേക്ക് പോകുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇസ്ലാമിൻ്റെ ചില കണിശമായ നിലപാടുകളുണ്ട്. ആ കണിശമായ നിലപാടുകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം എന്താവുമെന്ന് വെച്ചാൽ ആ ഇസ്ലാം ഒരു കുടിസാണ്, ഒരു ജയിലാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അവസ്ഥയും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ എന്താ? ഇന്നദ്ദീന യുസ്റുൻ വലൻ യുസാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു എന്ന്. മതം എളുപ്പമാണ്, അതിനാരെങ്കിലും ടൈറ്റാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ മതം പരാജയപ്പെടുത്താതിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇസ്ലാം എളുപ്പമാണെന്ന് പറഞ്ഞത് നമ്മൾ എളുപ്പമായിട്ട് എടുക്കണം. അതല്ലാതെ നമ്മളെ വക എല്ലാം ടൈറ്റാക്കി പോയി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ കുട്ടികളെ വിളിച്ചുണർത്തുന്ന രൂപവും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ രൂപത്തേക്ക് പോയി കഴിഞ്ഞാൽ മതത്തിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുക ചെയ്യും. അപ്പം അതും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേപോലെ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? നാം പരന്ന വായനയുള്ളവരായി മാറുന്നത്. യഥാർത്ഥത്തിൽ പരന്ന വായനയല്ലല്ലോ വേണ്ടത്. എന്താ വേണ്ടത്? ആഴമുള്ള വായനയാണ് വേണ്ടത്. പരന്ന വായന എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൽ കാണുന്ന കുറേ ചപ്പ് ചവറുകൾ, അഡ്രസ്സില്ലാത്ത വായനക്കാണ് അത് പറയാം. ശരിക്കും ആഴമുള്ള വായന നമ്മൾ വായിച്ചാൽ നമുക്ക് ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ കഴിയും. അതിന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പം ഇന്ന് ഓഡിയോ ബുക്ക് ഇവിടെ അവതരിപ്പിച്ചില്ലേ അല്ലേ? പിന്നെ അത് വായിക്കാൻ കഴിയാത്തവർക്ക് അത് കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ നേർപ്പദം എന്ന് പറയുന്നത് ഇതിൻ്റെ മുഖപത്രമാണ്. ആനുകാലികമായി ഉണ്ടാകുന്ന വിഷയങ്ങളെപ്പറ്റി അതിനെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന വാരികയാണ് നേർപ്പദം. നിങ്ങൾക്കത് ഓൺലൈനിൽ വായിക്കാം, വീട്ടിലേക്കൊരു കോപ്പി നിങ്ങൾക്ക് ചേർക്കാം. ഇത് സംഘടനാപരമായിട്ട് ഒരു അറിയിപ്പ് നിലക്കല്ല ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാകണമെങ്കിൽ ആഴമുള്ള വായന വളരെ പ്രധാനമാണ്. അങ്ങനെ വായിച്ചെങ്കിൽ മാത്രമേ നമ്മളും നമ്മുടെ കുടുംബവും വായിച്ചെങ്കിൽ മാത്രമേ ഈ മലവെള്ളപ്പാച്ചിലിൽ, ലിബറലിസത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ, ശിർക്ക് വിദഅത്തുകളുടെ മലവെള്ളപ്പാച്ചിലിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു കൃത്യമായ ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇന്ന് പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? വീട്ടിലേക്ക് വിളിച്ചിട്ട് ആ നേർപ്പദം വാരിക ചേർത്തുക്കണമെന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ചേർക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യുക. ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചേർക്കാൻ പറ്റും. അതിനോട് കയറി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഗൂഗിൾ പേയിൽ ക്യാഷ് കൊണ്ട് അയച്ചു കൊടുത്താൽ റെസിപ്റ്റ് വരും. ഇത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ഈ കോണി ഇറങ്ങി പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യമാണ്. അത് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ റാപ്പർ പൊട്ടിക്കൂടിയും വേണം. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ, അതൊക്കെ എന്തോ ചെയ്താലേ എന്നിട്ട് ഇങ്ങനെ ചെന്നാൽ ഇപ്പം നമ്മൾ വീടുകൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചില വീട്ടിലൊക്കെ. ആ രീതി പറ്റില്ല. ഇത് വാങ്ങാത്തൊരു വാങ്ങണം, വാങ്ങിയവർ പൊട്ടിക്കണം, പൊട്ടിച്ചവർ വായിക്കണം. മനസ്സിലായോ? അപ്പോഴേ ഇതൊക്കെ കൊണ്ട് എന്ത് ഉപകാരം ശരിക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാം, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന ഓഫറുമായിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ ചില ആളുകൾ കടന്നു വരാറുണ്ട്. ഞാൻ ആരാണ് എന്താണെന്നൊന്നും പറയാനുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് 3 ടീമായിട്ട് വേർതിരിക്കുക. ഒന്ന് വേട്ടക്കാർ. ആരാ വേട്ടക്കാർ? സംഘപരിവാറും തീവ്ര വലതുപക്ഷ ആളുകളുമാണ്. അവരിന്ന് മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ വേണ്ടി ഇറങ്ങി. ശരിയാണ്, വേട്ടക്കായി ഇറങ്ങിയിരിക്കണം. ഒരുപാട് ആ നിലക്കുള്ള നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 10 വർഷമായി ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഇരകൾ. ആരാ ഇരകൾ? മുസ്ലിം കമ്മ്യൂണിറ്റി ഇരകൾ. മൂന്നാമത്തതാരാ? ഈ വേട്ടക്കാരിൽ നിന്ന് ഇരകളെ സംരക്ഷിക്കുന്ന സംരക്ഷകർ. ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകർ. അപ്പൊ ഈ സംരക്ഷകർക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകണമെങ്കിൽ, അവർക്ക് എക്സ്റ്റൻസൻസ് ഉണ്ടാകണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈ 2 ഇവിടെ നിലനിൽക്കണം. നിങ്ങൾക്ക് വിഷയം മനസ്സിലാവുന്നുണ്ടോ? വേട്ടക്കാരും ഇരകളും നിലനിൽക്കുമ്പോഴേ സംരക്ഷകർക്ക് അവിടെ സ്പേസ് ഉള്ളൂ. ഇപ്പൊ ഭാര്യ ഭർത്താവും തെറ്റിയാൽ നന്നാക്കാൻ ഞാൻ ഉണ്ടാവുന്ന അയലോക്കാരും എന്ന് പറഞ്ഞാൽ, തെറ്റുമ്പോഴല്ലേ ഒരു ചാൻസ് ഉള്ളൂ. അവിടെ ഇതിലുണ്ടാവും ഒന്നായാലോ അയലോക്കാരുടെ ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. അതേപോലെ എന്നും ഇവിടെ വേട്ടക്കാരുണ്ടാകണം, എന്നും ഇവിടെ വിരകൾ ഉണ്ടാകണം. അപ്പോഴേ സംരക്ഷകർക്ക് അവരുടെ റോളുള്ളൂ. ആ സംരക്ഷണം സമുദായത്തിന് ആവശ്യമില്ല. നമുക്കിവിടെ പറയാനുള്ളത്, സംഘപരിവാർ ഇന്ന് വേട്ടക്കാരാണ്, തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ വേട്ടക്കാരാണ്. പക്ഷേ ആ വേട്ടക്കാർ ഇന്ന് ഭരണഘടനക്കെതിരെയാണ് അവർ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ അടിയാധാരങ്ങൾക്കെതിരെയാണ് അവർ വേട്ടക്കിറങ്ങിയിരിക്കുന്നത്. ഈ രാജ്യത്തെ മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവരെയുമാണ് അവർ വേട്ടക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ മാത്രമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഇവിടെ ഈ സംരക്ഷക റോളിൽ വരുന്നവരും അവരുടെ ഇരകളാണ്. അവരെണ്ണിയ കൂട്ടത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ആയിട്ട് എണ്ണിങ്ങനെ ഇവരെ എണ്ണിയിട്ടുണ്ട്. ഞങ്ങളെ ശത്രുക്കൾ ആരാന്ന ലിസ്റ്റ് എണ്ണിയിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിൽ മുസ്ലിങ്ങൾ പറഞ്ഞ ശേഷം എണ്ണിയിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇവരുടെ ഇരകൾ തന്നെ. ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളും ഇവിടെയുള്ള എല്ലാവരും, അതോടൊപ്പം മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും സമുദായവും എല്ലാവരും ഒന്നിച്ചുകൊണ്ടാണ് ഈ തീവ്ര വലതുപക്ഷത്തെ പരാജയപ്പെടുത്തേണ്ടത്, നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തേണ്ടത്. ഈ കാഴ്ചപ്പാട് നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അല്ലാതെ നമ്മളെ സംരക്ഷിക്കാൻ വേറൊരു വിഭാഗം എന്ന രീതി, അവർക്ക് അതിനർത്ഥം എന്താ? ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അവർക്കും പ്രശ്നമുണ്ട് എന്ന കാഴ്ചപ്പാട് നമുക്ക് ഈ കാര്യത്തെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. മറ്റൊന്നെന്താ വെച്ചാൽ, ഈ സംഘപരിവാറിന്റെ ഭീഷണിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അവസാനം ഓടിക്കയറുന്ന കൂടെ ഏതാ? ലിബറലിസത്തിന്റെ കൂടാണ്. ഈ ഒരവസ്ഥയും ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. നമ്മെ ഒരു ചെന്നായ കടിക്കാൻ വേണ്ടി ഓടിച്ചു. അതിൽ നിന്ന് ഓടിയിട്ട് നമ്മളൊരു പുലിന്റെ മുന്നിൽ പോയി പെട്ടാലോ? പിന്നെ അതുകൊണ്ടെന്ന കാര്യം. യഥാർത്ഥത്തിൽ തീവ്ര വലതുപക്ഷത്തിന്റെ ആളുകൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാം, പക്ഷെ ഇവിടെ വേണ്ടെന്നു. നിങ്ങൾ ഈ മതം കൊണ്ട് എന്ത് ചെയ്തോളി? ഇളകിയ പറയും പാകിസ്ഥാനിക്ക് പോയിക്കോളൂ, അല്ലേ? ഇവിടെ നാട് വിട്ടു പോകണമെന്നാണ് ഇവർ പറയുന്നത്. അതെന്തും നിങ്ങൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിക്കോ, നിങ്ങളെ മതം കൊണ്ടുപോയിക്കോളി. എന്നാൽ ഇവർ ലിബറലിസത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുക, പക്ഷെ നിങ്ങളെ മതങ്ങൾ ഒഴിവാക്കണം. മനസ്സിലായോ? മതം ഒഴിവാക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മതപരമായി ജീവിക്കണം. ഒരു സ്ത്രീ ഭർത്താവ് പറഞ്ഞു, അയാളെ വലിയ മിടുക്കായിട്ട് പറഞ്ഞു, എന്ത്? ഞാൻ എൻ്റെ ഭാര്യനെ വരച്ചോടത്ത് നിർത്തും. ഭയങ്കര ഇതായിട്ട്, ഞാൻ വരച്ചോടത്ത് അവളെ നിർത്തുന്നു. അപ്പൊ സംഭവം വരച്ചോടത്ത് നിർത്തലുണ്ട്, പക്ഷെ ഭാര്യനെ വരക്കുക. മനസ്സിലായോ? വരക്കൽ അവളാണ്, പിന്നെ നിർത്താൻ വല്ല പണിയുണ്ട്. അതേപോലെ അവര് പറയുന്നത് പോലെ നമ്മൾ മതമനുസരിച്ച് ജീവിക്കണം. അവര് പറയുന്നത് പോലെ മതത്തിന്റെ ആഘോഷങ്ങൾ നിർവഹിക്കണം. എല്ലാ മതത്തിന്റെ ആഘോഷങ്ങളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ ഏകദൈവ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പറയാൻ നിബന്ധനകൾ നമ്മളെ മുന്നിലേക്ക് വെക്കും. അതേപോലെ തന്നെ ഇവിടെ ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമും, നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും. നിങ്ങൾ നല്ല മുസ്ലിങ്ങളാണ്. നല്ല മുസ്ലിങ്ങളാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓർമ്മ വരുന്ന 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് വെക്കുക, ഹജ്ജ് ചെയ്യുക, സക്കാത്ത് കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുക്കുക, ശരിക്കുള്ള ഹിജാബ് ഇടുക, അല്ലേ? പുരുഷന്മാരാണെങ്കിൽ താടി നീട്ടുക, ഇങ്ങനെയൊക്കെ നല്ല വൃത്തിക്ക് നടക്കുന്ന ആൾക്കാരാണെന്ന് നല്ല മുസ്ലിങ്ങൾ എന്നല്ലേ നമുക്ക് തോന്നുക. എന്നാൽ ഈ പറഞ്ഞ അടയാളങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവരാണ് ഇന്ന് ചീത്ത മുസ്ലിങ്ങൾ. പിന്നെ ആരാ നല്ല മുസ്ലിങ്ങൾ? നല്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയാണോ എത്തിപ്പെട്ടത് അവിടേക്കനുസരിച്ച് രൂപം മാറും. ഇപ്പോ ഒരു DJ പാർട്ടിയിൽ കിടത്തിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ കൊടിമടിയൊക്കെ അവിടെ വെച്ചിട്ട് ആ DJ പാർട്ടിയിൽ നിറഞ്ഞാടണം. അവിടുന്ന് കിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നപ്പോ ഒരു പള്ളിയെ കാണുന്നത്. അപ്പൊ വേഗം തൊപ്പിക്കിട്ട് ഭയങ്കര ഉസാറായി പള്ളി നിസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കുക. എന്തോ ഒരു കണ്ട ഈമാൻ ഇങ്ങനെ ഒറ്റി വീണ രീതിയിൽ. ഇപ്പൊ ഒരു ഭാഗത്ത് അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും തമ്മിൽ ഇടകലർന്ന് ആടിപ്പാടി വേണമെങ്കിൽ ലഹരി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല, അല്ലേ? മറുഭാഗത്തോ അതേ ആള് തന്നെ ഭയങ്കര ഈമാനും ഭക്തി ചെയ്തിട്ട് ഇത് രണ്ടും എന്നിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുക, ഫോട്ടോ എടുക്കുക ക്യാമറയിൽ. എന്നിട്ട് ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് അപ്പൊ എന്തായി? അവസരത്തിനൊത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും വേഷഭൂഷാദികളും മാറ്റിമറിക്കുന്ന ഒരു സ്വഭാവം. ഒരു സ്ഥലത്ത് കാണുമ്പോൾ നല്ല ഹിജാബില സ്ത്രീനെ എങ്ങനെ കാണും? അതേ സ്ത്രീനെ തന്നെ എന്ത് ചെയ്യും? അവരുടെ റീൽസ് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കുലത്തിൽ കാണും. അങ്ങനെ പറ്റുന്നിടത്തേക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ബൊഫേ സിസ്റ്റത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇനി നല്ല മുസ്ലിങ്ങൾ. ആ നല്ല മുസ്ലിങ്ങളാവുമ്പോഴേ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. അപ്പൊ അവര് വരക്കും. മനസ്സിലാവുന്നുണ്ട്? ഇതിങ്ങനത്തെ ഒരു ക്രൈസിസ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകേണ്ടത്. കാരണം ഈ മതരഹിത ജീവിതം, ഒരു മതരഹിത സമൂഹം ഉണ്ടാക്കാനാണ് ലിബറൽ സമൂഹം ഇവിടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകില്ല, അത് ചില്ലറ വിഷയമല്ല.
അതായത് നമ്മുടെ പുതിയ തലമുറയെ മതവിശ്വാസത്തിൽ നിന്നും പറിച്ചു കളയാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രവാസ ലോകത്ത് കഠിനാധ്വാനം ചെയ്തു, നിങ്ങൾ ഊണും ഉറക്കില്ലാതെ വിഷമിച്ചുണ്ടാക്കുന്ന ഈ പണം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. കാരണം നിങ്ങൾക്ക് ഇത്ര കാശ് വേണ്ട, അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി കൂടിയാണ്, നിങ്ങളുടെ മൂത്ത മകന് കൂടിയാണ്, നിങ്ങളുടെ രണ്ടാമത്തെ മകന് കൂടിയാണ്, നിങ്ങളുടെ മരുമക്കൾക്ക് കൂടിയാണ്. പക്ഷേ ഈ ആളുകൾക്കൊന്നും ദീനിയായ മതപരമായ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ അധ്വാനിച്ച കാശ് അതുകൊണ്ട് എന്ത് പ്രയോജനം പിന്നെ ഉണ്ടാകും? നമ്മളൊന്ന് ആലോചിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ട സംഗതി എന്താ? നമ്മളെ ദീനീ കാഴ്ചപ്പാട് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റെല്ലാം കൊടുക്കുന്നതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അത് ഉണ്ടാക്കുമ്പോഴാണ് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ശരിക്കും എന്ത് ചെയ്യുക, വില ഉണ്ടാവുകയുള്ളൂ എന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഓർമ്മയുണ്ടാകണം. പിന്നെ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയാണെന്ത്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു പ്രത്യേക മുസ്ലിം സംഘടനയെയൊക്കെ നാട്ടക്കുറ്റിയാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും ഖിലാഫത്തിനെയും ഒക്കെ ഇങ്ങനെ ചീത്തറിഞ്ഞെടുക്കുക. ചീത്ത എങ്ങനെ പറയാം? എന്നിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിനല്ല ചീത്തറിയുന്നത്, ആ സംഘടനയാണ് ചീത്തറിയണത്. അപ്പോൾ പിന്നെ ആരും ഒന്നും ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ശൈലി ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. എന്നാൽ അതിൻ്റെ മറുവശം എന്താ? മറുവശം അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയെ നാട്ടക്കുറ്റിയാക്കി ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അംഗീകരിക്കാൻ പറ്റില്ല. അതിനർത്ഥം ആ സംഘടനയ്ക്ക് ഇസ്ലാമികമായ തകരാറ് അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക, അത് വിമർശിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നത് ഇതിന് എതിരല്ല, ഈ പറഞ്ഞതിനെതിരല്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മളെ കേരളത്തിൽ ചുറ്റുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ മുസ്ലിം സംഘടനകളൊക്കെ വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയായിട്ട് വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്ത ആശയങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ വ്യത്യസ്ത ആശയങ്ങൾ പരസ്പരം ഡിബേറ്റ് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും, തിരുത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, സംവാദത്തിൽ ഏർപ്പെടേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോളം, അവിടെ മാന്യമായ ഭാഷയെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം, മാന്യമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാത്രം. എന്നാൽ ഇസ്ലാമോഫോബിയ വളർത്താൻ, വർഗീയത ആരോപിക്കാൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയെയും അതിൻ്റെ ആദർശത്തെയും വിശ്വാസത്തെയും ഇല്ലായ്മ ചെയ്യാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ആ രംഗത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നത് ഇന്ന് കേരളത്തിൽ മുസ്ലിം സംഘടനകൾ മൊത്തം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം. അതോടൊപ്പം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വേണം. മനസ്സിലായിട്ടുണ്ടോ? അത് പറയുമ്പോൾ ഈ ഫാസിസത്തിന്റെ കാലത്ത്, സംഘപരിവാറിന്റെ കാലത്ത് മുസ്ലിം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, അത് ചോദിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, ഓരോരുത്തരും വ്യത്യസ്ത ഓഫീസും വ്യത്യസ്ത സംഘടനയും സമ്മേളനവും പള്ളിയും മദ്രസയൊക്കെ ആയിട്ട് മാറാൻ കാരണം എന്താ? സിലബസ് ഒക്കെ മാറാൻ കാരണം എന്താ? അത് അടിസ്ഥാനപരമായി വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നായ പോലെ ഇതിനെ വേറിട്ടിക്കേണ്ട കാര്യം. പക്ഷെ ആ വ്യത്യാസം പറയുമ്പോഴേക്കും ഈ കാലത്ത് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു സ്വഭാവം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല. ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതായിരിക്കണം പുതിയ കാലഘട്ടത്തിന്റെ മുഖമുദ്ര എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ്? ഒരേ സമയത്ത് തന്നെ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള വിശ്വാസപരമായ ആചാരപരമായ ആ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് നല്ല ഭാഷയിലായിരിക്കണം, ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഒന്നിച്ച് ആക്രമിക്കാൻ വേണ്ടി അഭ്യാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷെ അത് നല്ല ഭാഷയിലായിരിക്കണം, ഗുണകാംക്ഷയോടുകൂടിയായിരിക്കണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും ഒന്നിച്ച് ആക്രമിക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് ഒരുങ്ങി വരുന്നുവോ ഇസ്ലാമിന്റെ അടിത്തറ പഠിച്ച് അത് പഠിച്ചാൽ ഏതാ ശരി ഏതാ തെറ്റ്, എനിക്ക് പറ്റുന്നത് ഏതാ പറ്റാത്തത് ഏതാന്ന് ശരിക്കും മനസ്സിലാവും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പൊങ്ങുതടികളായി നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം മരിച്ചു പോകുമ്പോൾ സുഹൃത്തുക്കളെ വലിയ ഗർത്തത്തിലേക്കായിരിക്കും നമ്മൾ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതല്ല, പരലോകത്താണ് ജീവിതം. അവിടെ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ വില പറയേണ്ടി വരും. യാതൊരു തർക്കമോ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് ആ രീതി നമ്മുടെ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.
ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ബോധമുള്ളവരായിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അല്ല ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ജീവിതവും എൻ്റെ റൂമും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂടിയാൽ അവസാനം നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വായ തുറന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോട് കൂടി മരിച്ച് നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യത്തിന് നമ്മൾ മുൻഗണന കൊടുക്കണം. നമ്മളെ ബിസിനസ്സിൻ്റെയും കച്ചവടത്തിൻ്റെയും പരക്കം പാശിൻ്റെ അടിയിൽ ദീനി കാര്യങ്ങൾ മറന്നു പോകണം. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ട ഒരാളാണ് നമ്മുടെ അബ്ദുസ്സലാം മദീനി. ഹായിലുണ്ടായിരുന്ന നമ്മുടെ ദാഴിയാണ്. ദീർഘകാലം നമ്മുടെ ഈ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഞാൻ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിരുന്നു. അപ്പോൾ എത്രയോ സ്ഥലത്ത് നിന്ന് ആളുകൾ വിളിച്ചിട്ട് ആ ഒരു മനുഷ്യൻ്റെ ഖുർആൻ ക്ലാസ്സാണ് എനിക്ക് തൗഹീദ് കിട്ടാൻ കാരണമായത് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ഞങ്ങളോട് വന്ന ശേഷമാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലുള്ള നമ്മുടെ പ്രവർത്തകൻ കരീം സാഹിബ് എന്ന് പറയും. അവിടെ നമ്മുടെ വെളത്തൂർ ഭാഗത്തൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പെട്ടെന്ന് പ്രയാസങ്ങൾ വന്നു, വെന്റിലേഷനിൽ പോയി. ഇപ്പോൾ ഇന്നലെ മരണപ്പെട്ടതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു ദിവസം സുഹൃത്തുക്കളെ നമ്മൾ ഇവിടുന്ന് പോകും. നാളത്തെ രാവിലത്തെ സൂര്യോദയം കാണാൻ നമ്മൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. എത്ര ആൾക്ക് നാട്ടിലെത്തുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും പോകാൻ തയ്യാറായി നിൽക്കുക. നല്ല ദീനി ബോധത്തോടു കൂടി ജീവിക്കുക. അങ്ങനെയുള്ള മുത്തക്കികളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.